ഒരു കല്യാണം കഴിഞ്ഞാൽ ആ കല്യാണത്തിന്റെ ആദ്യത്തെ രാവ് അതൊരു പരിപൂർണമായ പുണ്യമേറിയ ഒരു രാവല്ലേ. ഭാര്യയും ഭർത്താവും അവരുടെ ജീവിതത്തിലെ ഏറ്റവും സന്തോഷ നിമിഷങ്ങൾ പങ്കിടുന്ന ദിനരാത്രങ്ങളാണ്. ആ ദിനരാത്രങ്ങൾ ഇപ്പൊ എന്താണ് അവസ്ഥ? ആ ദിനരാത്രങ്ങൾ ഇപ്പോൾ ഇല്ല. അങ്ങനെ ഒരു രാത്രി തന്നെ ഇല്ല. പുതിയണ്ണിന്റെ വീട്ടുകാര് അല്ലെങ്കിൽ പുതിയാപ്പിളയുടെ വീട്ടുകാര് പുതിയാപ്പിളയെയും പുതിയണ്ണിനെയും വ്യത്യസ്തങ്ങളായ വസ്ത്രങ്ങൾ അണിയിക്കുകയാണ്. ഏതാണ് ആ വസ്ത്രം? പഴയ കാലങ്ങളിൽ നമ്മുടെ ഉപ്പൂപ്പമാരും ഉമ്മൂമ്മമാരും ഒക്കെ അണിഞ്ഞിരുന്ന വസ്ത്രം. ഒരു തുണി, ഒരു ബനിയൻ, അതിന്റെ മുകളിൽ ഒരു പച്ച ബെൽറ്റ്. എന്നിട്ടോ സ്ത്രീകളാണെങ്കിൽ ഒരു പഴയ നൈറ്റി, പുതിയ പെണ്ണിനെ അണിയിക്കുകയാണ്. പഴയ കീറിപ്പറിഞ്ഞൊരു നൈറ്റി, ഈ ചാക്ക് പോലത്തെ ഈ നൈറ്റി അവരുടെ ശരീരത്തിലേക്ക് അണയിപ്പിച്ചിട്ട് അതൊക്കെ ഈ ഉമ്മമാര് അവരുടെ അരക്കെട്ടിൽ കുത്തുന്നത് പോലെ കുത്തിയിട്ട് ഇവരെ കൊണ്ട് രാത്രി പണിയെടുപ്പിക്കുകയാണ്. എന്താണ് ഈ പുതിയാപ്പിളയും പുതിയണ്ണും ചെയ്യേണ്ടത്? ഇവര് ചായ ഉണ്ടാക്കണം, ഇവര് പഴം പൊരിക്കണം, ഇവര് ഈ വന്നുകൂടിയ ആളുകൾക്കൊക്കെ ഇത് വിളമ്പണം. അങ്ങനെ സമയം ഇങ്ങനെ നീണ്ടു നീണ്ടു പോവുകയാണ്. സുബഹി വരെ ഇവർ ഈ ചായ ഉണ്ടാക്കുകയാണ്, ഇവർ ഈ വൃത്തികേടിന് നിന്നു കൊടുക്കുകയാണ്. നാണമില്ലാത്ത മാതാപിതാക്കളെ ഈ വൃത്തികേടിനെതിരെ ഒരു ശബ്ദം പോലും ശബ്ദിക്കാൻ തയ്യാറാകാത്ത രൂപത്തിൽ ഈ വൃത്തികേടിന് തോന്നിവാസത്തിന് കൂട്ടുനിൽക്കുകയാണ്. അഊദു ബില്ലാഹ്. എവിടെയാണ് നമ്മുടെ ഉമ്മത്ത് എത്തിച്ചേർന്നത്? ഇത് ഇതര മത സമുദായങ്ങളിൽ കാണാനുണ്ടോ? ഇത് ക്രിസ്തീയ മതത്തിൽ കാണാനുണ്ടോ? ഇത് ഹിന്ദു മതത്തിൽ കാണാനുണ്ടോ? ഇല്ല. അങ്ങനെ ഒരു പരിപാടി അവർക്കില്ല. എവിടെയാണ് നമ്മളിത് കണ്ടത്? എല്ലാ മഹത്വങ്ങളും എല്ലാ അംഗീകാരങ്ങളും എല്ലാ അള്ളാഹുവിന്റെ എല്ലാ സന്തോഷങ്ങളും എല്ലാം റബ്ബ് കനിഞ്ഞേകിയ പരിശുദ്ധമായ റബ്ബ് പൊരുത്തപ്പെടുന്ന പരിശുദ്ധ ദീനുൽ ഇസ്ലാം. ആ ഇസ്ലാമിൽ മെമ്പർഷിപ്പ് എടുത്ത ആളുകളാണ് ഈ വൃത്തികേടിന് കൂട്ടുനിൽക്കുന്നത്. എന്തേ മാതാപിതാക്കൾക്ക് നാണമില്ലാതായി പോയി? മര്യാദയ്ക്ക് പറഞ്ഞൂടെ ഇവിടെ നടക്കൂല എന്ന് പറയാൻ എന്തേ മാതാപിതാക്കൾ തന്റെ ഇടം കാണിക്കാത്തത്? അതിന് കൂട്ടുനിൽക്കുകയാണ്, ആ വൃത്തികേടിന് കൂട്ടുനിൽക്കുകയാണ്. സുബഹി വരെ ഇതാണ് സമയം. സുബ്ഹാനല്ലാഹ്. എന്നിട്ടോ സുബഹി ബാങ്ക് കൊടുക്കുമ്പോ നായകൾ കിടന്നുറങ്ങുന്നത് പോലെ പോയി കിടന്നുറങ്ങുകയാണ്. പറയാതിരിക്കാൻ കഴിയൂല. ഇതൊക്കെ നമ്മുടെ ഉത്തരവാദിത്വമാണ്. നിങ്ങൾ അനുസരിച്ചാലും അനുസരിച്ചില്ലെങ്കിലും ഈ നാട്ടിൽ അങ്ങനെ ഉണ്ട് എന്നല്ല ഞാൻ പറയണത്. എന്റെ ശബ്ദം ശ്രവിക്കുന്ന ധാരാളം ആളുകളുണ്ട്. എല്ലാവരോടുമായി ഓർമ്മപ്പെടുത്തുകയാണ്. ആദ്യ രാത്രിയുടെ ഏറ്റവും സുന്ദരമായ സമയം, ഒരു ഭാര്യ ഭർത്താവിൽ നിന്ന് പലതും ആഗ്രഹിക്കുന്ന സമയം. ഭർത്താവ് ഭാര്യയോട് എന്റെ വീട്ടിലെ അവസ്ഥകളും സാഹചര്യങ്ങളും ഇങ്ങനെയാണ്, അതുകൊണ്ട് നീ ഇന്ന രൂപത്തിലാണ് ജീവിക്കേണ്ടത്, നീ ഇന്ന രൂപത്തിലാണ് എന്റെ ഉമ്മയോട് പെരുമാറേണ്ടത്, നീ ഇന്ന രൂപത്തിലാണ് എന്റെ ബാപ്പയോട് പെരുമാറേണ്ടത് എന്ന് തുടങ്ങിയുള്ള നല്ല നല്ല ഉപദേശങ്ങൾ ഭാര്യയെ സമീപത്തിരുത്തി പറഞ്ഞുകൊടുത്ത് ആദ്യ രാത്രിയുടെ സുന്ദരമായ നിമിഷങ്ങൾ പങ്കിടേണ്ടതിന് പകരം ഈ പുതിയണ്ണിനെ കൊണ്ടും ഈ പുതിയാപ്പിളയെ കൊണ്ടും ആ കുടുംബക്കാര് മൊത്തം ഈ രാത്രിയെ കളഞ്ഞു കുളിച്ച് ഈ വൃത്തികേടിന് കൂട്ടുനിൽക്കുകയാണ്. എല്ലാവരും അതിന് കുറ്റക്കാരാകും. ഇതൊരു നിസ്സാരമായ കാര്യമല്ല, ഇത് വെറുതെ ഒരു തമാശയല്ല. കല്യാണം എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ പൊരുത്തത്തിലായി നടക്കേണ്ട വലിയൊരു ഇടപാടാണ്. ആ ഇടപാട് ആ രൂപത്തിലായി വന്ന് ഭവിക്കുന്നില്ലെങ്കിൽ കല്യാണം കഴിഞ്ഞ് ഒരു മാസം കഴിയുമ്പോ കാണാം ത്വലാഖ്. ഇപ്പൊ അതൊരു വലിയ ട്രെൻഡാണ്. ത്വലാഖ് ചൊല്ലിയ കുറച്ച് പെണ്ണുങ്ങന്മാർ ഇപ്പൊ ഒരുമിച്ച് കൂടുകയാണ്. ഇപ്പൊ അതൊരു ട്രെൻഡാണ്, ഒരു വൈബാണ്. ഓരോന്ന് പുതിയത് ഇങ്ങനെ കടന്നു വരികയാണല്ലോ. എന്താണ് ത്വലാഖ് ചൊല്ലപ്പെട്ട പെണ്ണുങ്ങന്മാരൊക്കെ ഒരുമിച്ച് കൂടും. ഒരുപാട് ചെറുപ്പക്കാരികൾ. എന്നിട്ട് ഒരു റീൽസ് ഇറക്കുകയാണ്. എന്താണ് റീൽസ്? അടിച്ചു പൊളിക്കുന്ന റീൽസ്. നമ്മൾ രക്ഷപ്പെട്ടു. അങ്ങനെ അവര്
നല്ല നല്ല ഭക്ഷണങ്ങൾ ഉണ്ടാക്കുന്നു, ത്വലാഖ് ചൊല്ലിയ സന്തോഷത്താൽ കേക്ക് മുറിക്കുന്നു. ഇതൊക്കെ സോഷ്യൽ മീഡിയകളിൽ അപ്ലോഡ് ചെയ്യുന്നു. അപ്പോഴാണ് മൊബൈലുകൾ ഇങ്ങനെ തെരഞ്ഞ് ഓരോന്നിങ്ങനെ നീക്കി നോക്കുന്നതിന്റെ ഇടയിൽ ഒരു പെണ്ണിത് കാണുന്നത്. ആ പെണ്ണാണെങ്കിലോ സുബ്ഹാനല്ലാഹ്, കല്യാണം കഴിഞ്ഞ് ഭർത്താവിന്റെ വീട്ടിലെ ചില പ്രയാസങ്ങളും ഭർത്താവിന്റെ സാമ്പത്തികമായ പ്രയാസങ്ങളും ഒക്കെ ഇങ്ങനെ കണക്കിലെടുത്തിട്ട് ഇങ്ങനെ ദിവസങ്ങൾ ഇങ്ങനെ കരഞ്ഞു തീർക്കുകയാണ്. ചെറിയ ഒരു സംസാരം അവർക്കിടയിൽ ഉണ്ടായാൽ തീരുന്ന പ്രശ്നങ്ങളേ ഉള്ളൂ. പെണ്ണെ, നിന്നെ ഞാൻ നന്നായി നോക്കാം, അല്ലെങ്കിൽ നീ കുറച്ച് ക്ഷമിക്ക്, അള്ളാഹിനോട് ദുആ ചെയ്യ്. കുടുംബങ്ങൾ സംസാരിക്കേണ്ടതാണെങ്കിൽ അങ്ങനെ ചെറിയ അഡ്ജസ്റ്റ്മെന്റ് കൊണ്ട് പരിഹരിക്കപ്പെടാവുന്ന വിഷയമാണ്. അപ്പോഴാണ് പെണ്ണ് റീൽസ് കാണുന്നത്. ഇങ്ങനെ ഒരു സംവിധാനം ഉണ്ടല്ലേ. അതാ ത്വലാഖ് ചൊല്ലിയവരൊക്കെ നല്ല അടിച്ചു പൊളിച്ച് ജീവിക്കാം. അതുകൊണ്ട് ഞാനും ത്വലാഖ് ചൊല്ലിയാൽ എന്താ, എനിക്കും ഒരു ത്വലാഖായാൽ എന്താ? സുബ്ഹാനല്ലാഹ്. ഈ ത്വലാഖ് ചെല്ലപ്പെടുന്ന സർവ്വ കല്യാണങ്ങളുടെയും പിന്നാമ്പുറങ്ങളിലേക്ക് നമ്മൾ ചെന്നാൽ ആ കല്യാണങ്ങളിൽ ഒരുപാട് ഹറാമുകൾ സംഭവിച്ചിട്ടുണ്ട്, ഒരുപാട് വേണ്ടാത്തരങ്ങൾ സംഭവിച്ചിട്ടുണ്ട്, അല്ലാഹ് പൊരുത്തപ്പെടാത്തത് പലതും സംഭവിച്ചിട്ടുണ്ട്, അല്ലാഹ് ഇഷ്ടപ്പെടാത്തത് പലതും ആ കല്യാണങ്ങളിൽ സംഭവിച്ചിട്ടുണ്ട്. അതിന്റെ പരിണിത ഫലം ഒരു മാസം കഴിയുമ്പോ അവര് അനുഭവിക്കുകയാണ്. കല്യാണത്തിന്റെ ഭാഗമായി വിവിധങ്ങളായ ഫോട്ടോ ഷൂട്ടുകളാണ്, വിവിധങ്ങളായ വീഡിയോകൾ ഉണ്ടാക്കുകയാണ്, വിവിധങ്ങളായ അഭിനയങ്ങൾ നടക്കുകയാണ്. പുതിയാപ്പിള സ്റ്റേജിൽ നിൽക്കുന്നു, പുതുനാട്ടി സ്റ്റേജിലേക്ക് കടന്നു വരികയാണ്. ആ കടന്നു വരുന്ന സമയത്ത് പുതുനാട്ടിയുടെ സൗന്ദര്യങ്ങൾ പ്രദർശിപ്പിച്ചുകൊണ്ടുള്ള അവിടെ വിവിധങ്ങളായ പാട്ടുകളും വിവിധങ്ങളായ പരിപാടികളും നടക്കുകയാണ്. അതെല്ലാം ഒരു ക്യാമറാമാൻ ഒപ്പിയെടുക്കുകയാണ്. ഈ ഒപ്പിയെടുത്ത വീഡിയോ സോഷ്യൽ മീഡിയകളിൽ അവർ അപ്ലോഡ് ചെയ്യുകയാണ്. ഞാൻ ചോദിക്കട്ടെ, ആ അപ്ലോഡ് ചെയ്ത ഒരു പെണ്ണ്, ഒരു ചെറുപ്പക്കാരൻ, അതിനുവേണ്ടി കൂട്ടുനിന്നവർ, അതിനുവേണ്ടി ആ ഹറാം എല്ലാവരും ആലോകരും മുഴുവനും ആ ഹറാം കാണുന്നതിന് വേണ്ടി ആരെല്ലാം അതിന്റെ പിന്നിൽ പ്രവർത്തിച്ചുവോ ആ പെണ്ണടക്കം അതിന് കുറ്റക്കാരാണ്. അള്ളാഹുവിന്റെ അടുക്കൽ അവർ കുറ്റക്കാരാണ്. കടുത്ത ഹറാമുകൾക്ക് അവർ നേതൃത്വം നൽകി. അള്ളാഹു വെറുതെ വിടുകയില്ല. അഊദു ബില്ലാഹ്. എന്നിട്ട് ആ വീഡിയോ അപ്പോഴും അവിടെ ഇൻസ്റ്റയിലുണ്ട്, അവിടെ ഫേസ്ബുക്കിലുണ്ട്, വിവിധങ്ങളായ സോഷ്യൽ മീഡിയകളിലുണ്ട്, സ്റ്റാറ്റസുകളിലുണ്ട്. അതേ സമയത്ത് ആ പെണ്ണ് റൂമിന്റെ ഒരു മൂലയിലിരുന്ന് ചൊല്ലുകയാണ്, അസ്തഗ്ഫിറുല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹൽ അദീം. അല്ലാഹു ഈ തൗബയെ സ്വീകരിക്കുമോ? ഈ പാപമോചനത്തെ അല്ലാഹു പൊരുത്തപ്പെടുമോ? അല്ലാഹു ഖബൂലാക്കുമോ? നിസ്സാരമായി കാണരുത്, നിസ്സാരമായി കാണരുത്. വലിയ ഗൗരവമുള്ള വിഷയമാണ്. ആ ഇസ്തിഗ്ഫാറിലേക്ക് കടക്കുമ്പോ, ഹജ്ജിന് വേണ്ടി പോകുമ്പോ, അല്ലെങ്കിൽ അല്ലാഹുവിലേക്ക് തൗബ ചെയ്ത് മടങ്ങുമ്പോ ആദ്യം ചെയ്യേണ്ടത് മാലോകരുടെ മുന്നിൽ നമ്മൾ പ്രദർശിപ്പിച്ചിരിക്കുന്ന ആ ഹറാമിന്റെ വീഡിയോ ഇൻസ്റ്റയിൽ നിന്ന് ഡിലീറ്റ് ചെയ്യണം, അല്ലെങ്കിൽ ഫേസ്ബുക്കിൽ നിന്ന് അത് ഡിലീറ്റ് ചെയ്യണം. ഡിലീറ്റ് ചെയ്യാതെ ഈ പെണ്ണ് എത്ര വലിയ ബ്ലോഗറായാലും, എത്ര വലിയ പുട്ടിയിട്ടാലും, എത്ര വലിയ സൗന്ദര്യവർദ്ധക വസ്തുക്കൾ ഉപയോഗിച്ച് ആളുകളുടെ മുന്നിൽ ആടിത്തിമിർത്താലും ആ പെണ്ണ് ഇസ്തിഗ്ഫാർ ചൊല്ലിയിട്ട് കാര്യമുണ്ടാവൂല. അല്ലാഹുവിനോട് റബ്ബേ എനിക്ക് പുറത്തു തരണേ അല്ലാഹ് എന്ന് പറയുന്ന അതേ സമയത്ത് തന്നെ മറുഭാഗത്ത് പെണ്ണിന്റെ ഹറാമുകളെ, അതേ ഒരു പെണ്ണിന്റെ മുഖവും മുഖയുമെല്ലാം അന്യ പുരുഷന്മാർക്ക് കാണല് ഹറാമല്ലേ, കാണിച്ചു കൊടുക്കല് ഹറാമല്ലേ. അതിന് ഈ പെണ്ണ് കാരണമായിട്ട് ഇസ്തിഗ്ഫാർ ചൊല്ലിയിട്ട് കാര്യമുണ്ടാകുമോ? അഊദു ബില്ലാഹ്. രക്ഷിതാക്കളെ ശ്രദ്ധിക്കണേ, ഉമ്മമാരെ ശ്രദ്ധിക്കണേ. ഈ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ട് പിന്നെ പിറ്റേ ദിവസം ഈ പെണ്ണ് മരണപ്പെട്ടാലോ?
വീഡിയോ അപ്ലോഡ് ചെയ്യുന്നു, പിറ്റേ ദിവസം ഈ പെണ്ണ് മരണപ്പെടുകയാണ്. എന്താ ഉണ്ടാവുക? പെണ്ണെ നീയല്ലതിന് കാരണം, രക്ഷിതാക്കളെ നമ്മളതിന് കാരണം, ഉമ്മമാരെ നമ്മളല്ലേ അതിന് കാരണം. സുബ്ഹാനല്ലാഹ്, മരണം എപ്പോഴും സംഭവിക്കാമല്ലോ. ഖബറിൽ ഇങ്ങനെ കിടക്കുമ്പോ ഒരു ഭാഗത്തെ ഹറാമുകൾ ഇങ്ങനെ നടക്കുകയാണ്. ആരൊക്കെയോ ആ വീഡിയോകൾ കണ്ട് ആസ്വദിക്കുകയാണ്. സുബ്ഹാനല്ലാഹ്, വിഷയം വളരെ ഗൗരവമാണ്.